ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം ഏറ്റിട്ട് മന്ത്രി സ്ഥാനം കൈവിടാൻ തയ്യാറല്ല സജി ചെറിയാൻ. രാജിയില്ലെന്ന് പ്രഖ്യാപിച്ചതോടെ ഇനി പന്ത് പാർട്ടിയുടെ കോർട്ടിലാണ്. മന്ത്രിസ്ഥാനത്തേക്ക് തിരിച്ചു വരുന്നതിന് മുൻപ് സജി ചെറിയാനെ ന്യായീകരിച്ച പാർട്ടി സെക്രട്ടറിയും നേതാക്കളും ഇനി എന്ത് പറയുമെന്നാണ് അറിയേണ്ടത്. സജി ചെറിയാൻ തിരിച്ച് മന്ത്രിസഭയിലേക്ക് എടുക്കണമെന്നുള്ള തീരുമാനം പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്നലെ കൈകാര്യം ചെയ്തിരിക്കുകയാണ്. ഇനി മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഗവർണറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ സത്യപ്രതിജ്ഞാ തീയതി നിശ്ചയിക്കുകയാണ് ചെയ്യുക. അത് കോടതിയല്ലേ തീരുമാനിക്കേണ്ടത്. കോടതി തീരുമാനിച്ചാലും ഇല്ല. പിന്നെ എന്തിനാണ് തീരുമാനം വന്നു? എല്ലാ തീരുമാനം വന്നു. ഭരണഘടനയ്ക്കെതിരായിട്ട് പറയാൻ പാടില്ല എന്നുള്ളത് ഒരു നിയമത്തിലും പറയുന്നുമില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എടുത്ത തീരുമാനത്തിനെതിരായി ഒരു നിയമോപദേശം ആർക്കും കൊടുക്കാനും കഴിയില്ല. സജി ചെറിയാനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള പോലീസ് റിപ്പോർട്ട് നൽകിയതിന് ശേഷം പാർട്ടി നേതാക്കളുടെ നിലപാടിതായിരുന്നു. എന്നാൽ ഇന്ന് സാഹചര്യം മാറി. മന്ത്രിക്കും പോലീസിനും രൂക്ഷ വിമർശനമാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായത്. അപ്പോഴും രാജിയില്ലെന്ന് ഉറപ്പിക്കുകയാണ് സജി ചെറിയാൻ. ഇപ്പൊ ഇത് അന്തിമ വിധിയൊന്നും അല്ലല്ലോ, അന്വേഷണം തുടർന്ന് നടത്തണമെന്നല്ലേ പറഞ്ഞുള്ളൂ. അതിനെന്താ നിങ്ങൾ ഇത്ര വിഷമിക്കേണ്ട കാര്യം? അതിന് വിഷമിക്കേണ്ട. നിങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവും? ഒരു തീരുമാനമില്ല. ഇപ്പൊ മന്ത്രിയായിട്ട് ഞാൻ പ്രവർത്തിക്കുകയാണ്, എന്റെ ജോലി. ഒരു കോടതിയും താൻ കുറ്റക്കാരനാണെന്ന് പറയാത്തതിന്റെ വിശ്വാസത്തിലാണ് മന്ത്രി. വിഷയത്തിന്റെ ഫൈൻഡിങ്സിലേക്ക് പോകാത്രത്തോളം കാലം ധാർമ്മികതയെ സംബന്ധിച്ചുള്ള വിഷയമില്ല. അന്ന് ധാർമ്മികമായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ രാജിവെച്ചു. അതിനുശേഷം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ തിരിച്ച് മന്ത്രിയായി. എന്റെ പ്രസംഗത്തിന്റെ ഭാഗത്തേക്കുള്ള ഫൈൻഡിങ്സിലേക്ക് ഇതൊരു കോടതി വന്നിട്ടില്ല. പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സജി ചെറിയാൻ അന്ന് രക്ഷപ്പെട്ടെങ്കിലും ഇപ്പോൾ കാര്യങ്ങൾ സങ്കീർണമാണ്. കാരണം അന്ന് ധാർമ്മികതയുടെ പേരിൽ രാജിവെച്ച മന്ത്രി ഇന്ന് നിയമക്കുരുക്കിലാണ്. ഭരണഘടനയ്ക്കെതിരെ കുന്തവും കുടച്ചക്രവും എന്ന പ്രയോഗവും വീഡിയോ തെളിവായി മുന്നിലുണ്ട്. സത്യസന്ധമായ ഒരു അന്വേഷണം നടന്നാൽ തെളിവുകൾ കോടതിയുടെ മുന്നിലെത്തും. 1.5 വർഷം കൂടി മുന്നിലുള്ള രണ്ടാം പിണറായി സർക്കാരിൽ സജി ചെറിയാൻ ഇനി എത്ര നാൾ മന്ത്രിയായി തുടരുമെന്നാണ് അറിയേണ്ടത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.